ഹലോ നമസ്കാരം. ഈ വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനിതിൻ്റെ വോയിസ് ഇല്ല എന്നുള്ള കാര്യം ഇന്നാണ് മനസ്സിലാക്കിയത്. ഒരു ഡേ വിത്ത് മീൻപിടുത്തം ആയിരുന്നു ഇത്. അമ്പാടിയുടെ കൂടെ ഒരു മീൻപിടുത്ത വീഡിയോ. എൻ്റെ വീട് എവിടെയാണ്, കുട്ടനാടാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇഷ്ടം പോലെ മീൻ കിട്ടുമല്ലോ, നിങ്ങളെപ്പോഴും ചൂണ്ടയിടാമല്ലോ, മീൻ പിടിക്കാമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ സാധനം ഇടാറില്ല, ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് മടിയാണ്. ഈ ക്ഷമയോടെ ഈ മീൻ പിടിക്കണമല്ലോ, അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത്. ഭയങ്കര മീൻ ഭ്രാന്തനാണ്. അതായത് ഈ മീൻ ഇങ്ങനെ ചൂണ്ടയിട്ട് കിട്ടുന്ന മീൻ പിടിക്കൽ കാണാനും അത് ചെയ്യാനും അവന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോനാണ് അമ്പാടി. അമ്പാടിക്ക് മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോലെ പ്രാന്താണ്. അവന് മീൻ പിടിക്കാൻ വലിയ വശമൊന്നും ഇല്ല, എന്നാലും വലിയ രീതികളൊന്നും അറിയത്തില്ല. ചൂണ്ടയിടും, തീറ്റ പോയോന്നറിയാൻ പൊക്കി നോക്കും, അപ്പം മീൻ കാണും. അങ്ങനെ കുറേ മീൻ അവന് കിട്ടി. കുറച്ച് മീൻ അവൻ കളഞ്ഞു. പക്ഷെ ചൂണ്ട കൊളുത്താനും മീൻ എടുക്കാനും പുള്ളിക്ക് പറ്റില്ല, ഇടാൻ മാത്രമേ പറ്റുള്ളൂ. അതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണം. അവൻ്റെ കൂടെ ഒരാൾ നമ്മൾ നടക്കണം. പിന്നെ അക്കയ്ക്കാണെങ്കിൽ മീൻ പിടിക്കാനൊക്കെ അറിയാം. അക്ക ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ ഉള്ളതുകൊണ്ട് മീൻ പിടിക്കാനൊക്കെ അറിയാം. ഇതുപോലെ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. അത് അവനല്ല കിട്ടിയത്. ആക്ച്വലി കിട്ടിയ മീൻ ഞാനെടുത്ത് ഇടാൻ നേരം എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയിട്ട് അത് ജീവനും കൊണ്ട് ഓടി തോട്ടിലേക്ക്. അങ്ങനെ അബദ്ധങ്ങളും പറ്റാറുണ്ട്. പിന്നെ അമ്പാടിക്ക് എന്ന് പറഞ്ഞാൽ ഈ വള്ളവും ഈ വെള്ളവും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അവൻ്റെ വീട്ടിലതില്ല. അവൻ താമസിക്കുന്നത് കോട്ടയം ടൗണിലായതുകൊണ്ട് അവിടെ ഈ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ അവന് ഭയങ്കര എൻ്റർടൈൻമെൻറ്റുകളാണ്, ഇഷ്ടം പോലെയാണ്. അത് നമുക്കും അവൻ്റെ കൂടെ നിൽക്കാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കൂടി ഞാനും ഇട്ടു. കുറച്ച് മീൻ എന്ന് പറഞ്ഞാൽ പോലെ ഒരു 3-4 മീൻ പരലാണ് എല്ലാം കിട്ടുന്നത്. വേറെ അങ്ങനെ മീൻ പുല്ലൻ കിട്ടും, പിന്നെ പരൽ. ഇതിൽ എനിക്ക് കിട്ടിയത് 3 പരലാണ്. അങ്ങനെ മീൻ പിടിച്ച് അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി കടവ് മാറി ഞങ്ങളിങ്ങനെ ഇടും. പിന്നെ അവിടെ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു. ആ വള്ളത്തേലും കയറി കുറേ നേരം ഇരുന്നു. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുമ്പം അതൊരു രസമാണ്. ഒറ്റയ്ക്ക് നമ്മൾ അങ്ങനെ ഇരിക്കാറുമില്ല, ചൂണ്ടയിടാറുമില്ല. അപ്പം ഇങ്ങനെ എല്ലാവരും ഉള്ളപ്പം ഇങ്ങനെ നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ അവനിങ്ങനെ കൂട്ടുകാരെയും കിട്ടും, അപ്പോൾ അതൊരു രസം. പിന്നെ അവനെ വേറെ രീതിയിലൊക്കെ മീൻ പിടിച്ച് നമ്മൾ കാണിച്ചു കൊടുത്താണിത്. ചൂണ്ടയാകുമ്പോൾ ഒറ്റ മീനല്ലേ കിട്ടുള്ളൂ. ഇതാവുമ്പം ചട്ടിക്കകത്ത് മുക്കി കുറേ മീൻ കിട്ടും. പിന്നെ ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല, അത്രയും രസമായിരുന്നു. അവൻ ഒരു മിനിറ്റ് നമ്മളെ അടക്കിയിരുത്തത്തില്ല, ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടേ നടക്കും. ഒരു നല്ല രസമുള്ള ദിവസമായിരുന്നു അമ്പാടിയുടെ കൂടെ.